ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? കുറച്ച് നാളായി കണ്ടിട്ട് എനിക്കറിയാം, കുഴപ്പമൊന്നുമില്ല. കുറച്ച് അമിതമായ കാരണങ്ങളാൽ, കുറച്ച് തിരക്ക് പിടിച്ച കാരണങ്ങളാൽ ഞാൻ ഈ ഗൃഹം വിട്ടു പോയേക്കായിരുന്നു. ഇപ്പോൾ തിരിച്ചെത്തി ചെറുതായിട്ടൊക്കെ ഒന്ന് സ്റ്റേബിളായി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാ നിർത്തുന്നത്, നല്ല പരിപാടിയായിരുന്നല്ലോ ഡെയിലി വ്ളോഗ്. അപ്പോൾ പിന്നെയും നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങുകയാണ്. ഇനി എല്ലാ ദിവസവും ഞാൻ വെറുപ്പിക്കലായിട്ട് പിന്നെയും വരും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയ കണ്ടിന്യൂഷനിൽ നിന്നും, അതായത് മുന്നേ ചെയ്തിരുന്ന രീതിയിൽ നിന്നും കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നാണ് ആഗ്രഹം. പക്ഷേ പേഴ്സണലി എനിക്ക് അതായത് മുന്നേ ചെയ്തിരുന്ന ആ സ്കീമാണ് ഇഷ്ടം. അപ്പോൾ ഒക്കെ കൂടി കൂട്ടിക്കുഴച്ച് നമുക്ക് നല്ല രസമാക്കാൻ പറ്റും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ക്രിസ്മസ് ആകാറായി, 2-3 ദിവസം കൂടി കഴിഞ്ഞാൽ ക്രിസ്മസ് ആവും. ഇപ്പം ഞാൻ ജോലി കഴിഞ്ഞിറങ്ങി, ജോലിയുടെ സ്ഥലത്തൊക്കെ വെച്ച് ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം ഹാബിറ്റാവും, കാര്യങ്ങളൊക്കെ ആവും, ശരി തന്നെയാണ്. പക്ഷേ ഒരു 2 മാസമൊക്കെ ഉപയോഗിക്കാണ്ടിരുന്നുണ്ടല്ലോ, ആ കഴിവ് ഒന്ന് പൊടി പിടിക്കും. പിന്നെ പൊടി തട്ടിയെടുക്കാനുണ്ടല്ലോ, നിങ്ങളെ തന്നെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ മോട്ടിവേഷൻ കിട്ടാനായിട്ട് ഇൻസ്റ്റാഗ്രാം തുറന്നാൽ മതി. ഞാനടക്കം ഒരു ലോഡ് ആൾക്കാർ മോട്ടിവേഷൻ തട്ടി വിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തേലും ആവട്ടെ, തുടങ്ങിയേക്കാമെന്ന് വെച്ച് ഞാനങ്ങോട്ട് തുടങ്ങി. ജോലി കഴിഞ്ഞിറങ്ങി, ഇനി നേരെ ഇവിടുത്തെ സെൻറ്ററിൽ പോകണം. സെൻറ്ററിൽ പോയിട്ട് എനിക്കവിടെ ഒരു ടീമിനെ കാണാനുണ്ട്. ടീമിനല്ല, എനിക്ക് കുറച്ച് വീഡിയോസ് എടുത്തു തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ടീമിനോട്. അതെന്താണ് കാര്യങ്ങളെന്നൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് ഉപകാരമുള്ള കാര്യമാണ്. അപ്പം എന്തായാലും ഇനി അങ്ങനെ അങ്ങോട്ട് പോകാം. എല്ലാ ദിവസവും നിങ്ങൾ കൂടെ ഉണ്ടാകും എന്ന് പ്രതീക്ഷയൊന്നും എനിക്കില്ല, കാരണം വ്യൂവർഷിപ്പ് എനിക്ക് വളരെ കുറവാണ്. ഉണ്ടായാലും കുഴപ്പമില്ല, ഉണ്ടായില്ലേലും കുഴപ്പമില്ല, ഞാൻ എല്ലാ ദിവസവും ചെയ്യും. പറ്റുന്നവരൊക്കെ കാണും. എന്തെങ്കിലുമൊക്കെ ഗുണം ആർക്കെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ഇതാണല്ലോ. ഇതാണ് കേട്ടോ റൊസ്ലോല ക്രിസ്മസ് മാർക്കറ്റ്. യൂറോപ്പിൽ മിക്ക രാജ്യത്തും ഉണ്ട്. ഞാനുള്ള സിറ്റിയിലെ ക്രിസ്മസ് മാർക്കറ്റ് ഇതാണ്. രാത്രി വേറെ ലുക്കാണ് കേട്ടോ, പകൽ സമയം ഈ ലുക്ക്. ഇത് പകൽ സമയം എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇപ്പം സമയം കാലത്തല്ല, ഉച്ചയ്ക്ക് 2 മണി ആയിട്ടുള്ളൂ. 2 മണിയായിരിക്കും വെളിച്ചം നോക്കിയേ, ഒരു രക്ഷയില്ലാത്ത വെളിച്ചം. ഇതിൻ്റെ ഉള്ളിൽ എനിക്കിഷ്ടമല്ല ഈ മണമല്ല, എന്താ പറയുക, നിങ്ങൾ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ മനസ്സിലായി. എനിക്ക് ചില സമയത്ത് ഇഷ്ടമല്ല. ഇന്നലെ മഴ പെയ്തായിരുന്നു, എൻ്റെ ഒരു കൂറം മണം വരും. ആ മണമുണ്ട്, അത് ഞങ്ങൾ കയറുന്നില്ല എന്നല്ല, കയറും, പക്ഷെ ഇപ്പം കയറുന്നില്ല. അല്ലെങ്കിൽ വേണ്ട, കയറിയേക്കാം. ഇത് നോക്കിക്കോ, വൈകുന്നേരം ഒരു ദിവസം ഞാൻ വരാം, കാണിച്ചു തരാം. ഈ ക്രിസ്മസ് മാർക്കറ്റിൽ കൂടെ പോകണം എനിക്ക്, ഞാൻ പോകേണ്ട സ്ഥലത്ത് പോകാനായിട്ട്. ഇതിക്കൂടെ നടന്ന് അങ്ങോട്ട് പോകണം കുറേ. ഇതാണ് കേട്ടോ ഇപ്പോൾ സെൻറ്റർ. ഈ കാണുന്ന സ്ഥലം മൊത്തം പെട്ടിക്കട, നമ്മുടെ പള്ളിപ്പെരുന്നാൾ വൈബ്. ഇവിടെ ഹോട്ട് വൈൻ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അതൊക്കെ ഓരോ ദിവസമായിട്ട് കാണിച്ചു തരാം സമയമുണ്ടെങ്കിൽ, കാരണം വെക്കേഷനായ നമ്മുടെ ജോലിയുടെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതിൽ കൂടെ പോകുന്നു. ഇതിൽ കൂടെ പോകണം, എന്തോരം പോകണമെന്ന് എനിക്കറിയാമല്ലോ. ഞാൻ അവിടേക്ക് മുന്നേ കുറേ പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ക്രിസ്മസ് മാർക്കറ്റിലൂടെ വരുന്നത് കൊണ്ട് എനിക്കറിയാൻ പാടില്ല കൃത്യം വഴി. എൻ്റെ ഇടയ്ക്കോട്ടത് ഒരു ഗോൾഡ് പുള്ളി പോകണം നോക്കിയേ. ആള് അവിടെ പോയി നിൽക്കും, അനങ്ങാണ്ട് നിൽക്കും, എന്നിട്ട് കോയിൻ ഇട്ട ഡാൻസ് കളിക്കുന്ന രീതിയിൽ. ഞാൻ എന്തായാലും നടന്ന് അങ്ങോട്ട് ഞാൻ പോണ സ്ഥലത്തേക്ക് പോകട്ടെ. ഓരോരുത്തരോട് ഓരോ ചെറിയ കലാപരിപാടി കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടോ. ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിൽ കാശ് വരുന്ന ഒരു ലക്ഷറി ടൈമാണ്. അപ്പോൾ ശരി, എന്തായാലും ഞാൻ നടന്ന് എത്ര വേഗം പോട്ടെ. ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. സമയം ഇപ്പോഴും അധികമായിട്ടില്ല, നിങ്ങളൊന്ന് ഓർക്കണം കേട്ടോ. കാലത്താണ്, ഒരു എത്രയെങ്കിലും പിടിയൊന്നുമില്ല. എന്നാലും ഓക്കെ, വൈകിട്ടായി. ഇവിടുത്തെ സെൻറ്റർ ആകെ മൊത്തം സെറ്റായി. അത് പിന്നെ കാണിച്ചു തരാം. ഇപ്പം ഞാനിവിടെ സ്ഥിരം വരാറുള്ളൊരു പള്ളിയുണ്ട്. ഇപ്പോൾ 4 വർഷമായി പള്ളിയിൽ വരണേ. വെക്കേഷൻ തുടങ്ങല്ലേ, പിന്നെയും വ്ളോഗിങ് തുടങ്ങല്ലേ. ഇതൊരു വലിയ കാര്യമല്ലെങ്കിലും ഒന്ന് പള്ളി കയറാതെ വെച്ചു. ഇവിടെ വരെ വന്നതുകൊണ്ടും ഇങ്ങനെ എനിക്ക് വേറെ പരിപാടികൾ പ്ലാൻഡ് അല്ലാത്തത് കൊണ്ടും. ഈ പള്ളി ഇതാണ് നമ്മുടെ മെയിൻ പള്ളി. അവിടെ ഒന്ന് കയറി കുറച്ച് നേരം കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ ഒരു സുഖം കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇതുവരെ ഡിസപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ കയറി നോക്കട്ടെ. തിരക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പള്ളി അടച്ചിട്ടുണ്ടെങ്കിൽ ഗോപി, അല്ലെങ്കിൽ കയറണം. അപ്പോൾ ശരി, എന്തായാലും പള്ളി പോയിട്ടൊന്ന് കണ്ണടച്ചിരിക്കട്ടെ ഒരു 10 മിനിറ്റ്. അങ്ങനെയാണ് ചില സമയത്ത് നമുക്ക് ഒരു പവറിന് വേണ്ടിയിട്ട് കയറുന്നത്. എന്തുകൊണ്ടും നല്ലൊരു പരിപാടിയാണ്. ക്രിസ്മസ് ഒക്കെ അല്ലേ. പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ ടച്ച് വിട്ട് കിടക്കുന്നതുകൊണ്ട് മറന്നുപോയി. ഒരു ഡെയിലി റൂട്ടീൻ പരിപാടികളിലേക്ക് പോയി. ഒരു 2-3 മാസം ഗ്യാപ്പ് എടുത്തപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു പറയുന്നത് നിങ്ങൾക്ക്. എൻ്റെ ലൈഫിൽ വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് അങ്ങോട്ടൊരു ചേഞ്ച് വന്നു. ഭയങ്കര സൈലൻ്റ് ആയിരുന്ന ഞാൻ പല രീതിയിൽ അങ്ങോട്ട് മാറി തിരിഞ്ഞു പോയി. സോറി, ബൈ ദ വേ, പള്ളിയിൽ നിന്ന് ഞാനൊരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചായിരുന്നു. ആദ്യമായിട്ട് പോയതാണ്. കിടിലനാണ്, അടിപൊളിയാണ്, സൂപ്പറാണ്. അവിടെ ഇനി പോകുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അവിടെ ചെന്ന് കഴിക്കാനായിരുന്നു പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ വീഡിയോ എടുത്തില്ല എന്ന് ഓർത്ത്. പിന്നെ അത് കഴിഞ്ഞ് വീഡിയോ എടുക്കാമെന്ന് വെച്ചപ്പോഴേക്കും പിന്നെ അവരെ കുറിച്ച് വന്നു. അപ്പോൾ 3 മാസം കൊണ്ട് പല കാര്യങ്ങളും നടന്നു. ഫോർ എക്സാമ്പിൾ, മുറി മാറൽ തുടങ്ങി, റൂംമേറ്റ് വരൽ തുടങ്ങി,
പുതിയ സെമസ്റ്റർ തുടങ്ങി, എന്തൊക്കെ കാര്യങ്ങളല്ലേ. മറ്റേ പരീക്ഷ പാസ്സായി, എൻ്റെ ഒരു വലിയൊരു സ്ട്രെസ് എന്തോ പോയി കഴിഞ്ഞപ്പോൾ ലൈഫ് എൻ്റെ വേറെ രീതിയിലേക്ക് മാറിയ പോലെ ആയിപ്പോയി. എന്തൊക്കെ മാറി, എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ തിരിഞ്ഞും മറിഞ്ഞും വന്നു എന്ന് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു വലിയ കഥയ്ക്കുള്ള സ്കോപ്പുണ്ട്. ഒരു റൂംമേറ്റ് എനിക്കായി, അതും എവിടെ നിന്ന്, നോർവേജിയിൽ നിന്ന്. ഇപ്പം ആശം മുറിയിലില്ല, ആശം തിരിച്ചു പോയേക്കാണ്, ക്രിസ്മസ് ആയേക്കണുണ്ട്. പിന്നെ നമ്മൾ മലയാളികളുടെ അവസ്ഥ അറിയാലോ, അതോ ഇന്ത്യക്കാരുടെ അവസ്ഥ അറിയാലോ. ഇവിടുന്ന് നാട്ടിൽ പോകണമെങ്കിൽ ഒരു 13 മണിക്കൂർ മുതൽ 24 മണിക്കൂർ വരെ ഒക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതായത് യാത്ര ചെയ്യേണ്ടി വരും. പിന്നെ എക്സ്പെൻസ് ഒക്കെ കൂടി ക്രിസ്മസിൻ്റെ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടുക്കത്ത റേറ്റാണ്. അതായത് ദുബായിലും എല്ലായിടത്തും ആൾക്കാർ പോകുമല്ലോ, അപ്പോൾ ഫ്ലൈറ്റ് റേറ്റ് ക്രിസ്മസിന് പോകണമെങ്കിൽ നിക്കർ കയറും. സോ നമ്മളെ പോലത്തെ മിഡിൽ ക്ലാസ് ആയിട്ട് എന്ത് ചെയ്യും, ക്രിസ്മസിന് പരമാവധി പണിയെടുത്ത് കാശുണ്ടാക്കും. എന്നിട്ട് ഈ പറയുന്ന ടിക്കറ്റ് റേറ്റ് ഏറ്റവും കുറവുള്ള സമയം നോക്കി നമ്മുടെ കൂടി സാഹചര്യം ഒത്തു വന്നാൽ അങ്ങ് ഫ്ലൈറ്റ് കയറും. അപ്പോൾ ഞാൻ എന്ത് തീരുമാനിച്ചു, പോകണ്ട, സമാധാനത്തിൽ ഇവിടെ ഇരിക്കുക, പണിക്ക് പോവുക, കയ്യിൽ കുറച്ച് കാശ് കയറാനുള്ള വകുപ്പുകൾ ശരിയാക്കുക, അങ്ങനെ പോകുന്നു. അവർക്ക് എപ്പോഴാണേലും പോലെ ഇവനൊക്കെ 100 യൂറോ ആണെങ്കിൽ സിമ്പിളായിട്ട് പോയിട്ട് വരാം. നമ്മുടെ റയനെയറിലോ വിസ് എയറിലോ ഏതിലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഏതാണുള്ള ഏറ്റവും സാധാരണക്കാരുടെ എയർ അറേബ്യ ഉണ്ട്. എന്തായാലും അവിടെ. പക്ഷെ നാട്ടിലേക്ക് ഞാൻ പോകുന്നുണ്ട് അടുത്ത് തന്നെ. അത് ആ സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ കലാപരിപാടികൾ. അതിപ്പോൾ തുടങ്ങിയിട്ടില്ല, തുടങ്ങുമ്പോൾ പറഞ്ഞുതരാം. പിന്നെ റൂംമേറ്റ് വന്ന കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അത് ഓരോ ദിവസം ഇത്തിരിശായിട്ട് പറയുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു സുഖം. ഇപ്പം എന്തായാലും ഇങ്ങനെ തുടങ്ങാം നമുക്ക്. ആദ്യം അതായത് ഈ തുടങ്ങുന്ന ഡെയിലി വ്ളോഗിൻ്റെ സെക്ഷനിൽ എനിക്ക് ആദ്യത്തെ കുറച്ച് ദിവസത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ മെയിനായിട്ട് സംസാരിക്കാൻ പോകുന്നത് TRCനെ കുറിച്ചിട്ടായിരിക്കും. എനിക്ക് TRC കാര്യങ്ങൾ ചെയ്തു തന്ന ഏജൻസീനെ എനിക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ട്. കാരണം ഞാൻ അവരോട് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, എനിക്ക് ഈ പറയുന്ന TRC അടിച്ച് തന്നാൽ ഞാൻ അവർക്ക് വീഡിയോ എടുത്ത് കൊടുക്കാമെന്ന്. അവർ എനിക്ക് 3 വർഷം മുന്നേ ചെയ്തത്, അത് കഴിഞ്ഞിട്ട് കിട്ടി. പിന്നെ എൻ്റെ തിരക്കുകളാൽ അവരെപ്പൊക്കെ മെസ്സേജ് അയച്ച് ഞാൻ ഇഗ്നോർ ചെയ്ത് വിട്ടു. പക്ഷേ ഐ തോട്ട് അവരിപ്പോഴും ഫീൽഡിലുണ്ട്, അവർക്ക് നല്ല ഗ്രോത്ത് റേറ്റ് കാണുന്നുണ്ട്. അതുകൊണ്ട് ഐ തിങ്ക് വി ക്യാൻ ട്രസ്റ്റ് ദം. എനിക്ക് ഇപ്പം ഞാനിപ്പോൾ പിന്നെയും TRCക്ക് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ജേർണിയിലുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളെന്തായാലും അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ അവരെ കാണിക്കുന്നതിന് തെറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. ഈ വ്ളോഗ് ഇത്രയും ഉള്ളൂ. വലിച്ചങ്ങോട്ട് നീട്ടുന്നില്ല. ഇനി ഓരോ കാര്യങ്ങളായിട്ട് പറയാനുണ്ട്, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. എവിടെ നിന്ന് തുടങ്ങണമെന്ന് മാത്രം അറിയില്ല. നാളെ എന്തായാലും ജോലിയുണ്ട്. ജോലി സ്ഥലത്ത് കുറച്ച് കലാപരിപാടികൾ ഒക്കെ കാണിച്ചു തരാം. അവിടെയും കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കുറേ മാറ്റങ്ങൾ. നമ്മുടെ സ്റ്റുഡിയോ സ്പേസ് 2 നിലയിൽ നിന്ന് ഒറ്റ നിലയായി പുതിയ സ്പേസ് എടുക്കൽ, അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെയും വന്നിട്ടുണ്ട്. ഇത്ര മാസം കൊണ്ട് കുറേ ചേഞ്ചുകൾ വരും എന്ന് പറയുന്ന ഒരു സംഭവം വലിയൊരു സംഭവമാണ്. അതായത് നമ്മൾ പല പ്രശ്നത്തിലും പലയിടത്തും പെടും. പക്ഷെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അൺലെസ് നിങ്ങൾ തീരുമാനിക്കണം, അൺലെസ് നിങ്ങൾ അവിടെ ഇങ്ങനെ പോസ് ഇട്ട് നിൽക്കില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ അങ്ങ് പൊക്കോളും. പല പ്രശ്നങ്ങളും വരും, അവിടെ നമ്മൾ നോക്കുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ ലൈഫ് ഇങ്ങ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇന്നത്തെ പ്രശ്നം നാളത്തെ ഒരു തമാശ എന്ന് പറയുന്നൊരു സ്കീമുണ്ടല്ലോ, അതൊക്കെ തന്നെ. അപ്പം പിന്നെ എന്നിട്ട് ശുഭരാത്രി. എല്ലാവരും കിടന്ന് ഉറങ്ങാൻ നല്ല രീതിയിൽ. ഉറങ്ങിയില്ലെങ്കിൽ എല്ലാ കലാപരിപാടിയും മോശമാകും. പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ പലരും എന്നെ കാടൻ എന്ന് വിളിക്കാൻ സാധ്യതയുണ്ട്. പലരില്ലെങ്കിലും എൻ്റെ അപ്പം വിളിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ മുടി വെട്ടത്തില്ല, കാരണേ പെട്ടേ തുടങ്ങി, അതുകൊണ്ടാണ്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഒരു കാര്യം കൂടി കാണിക്കാനുണ്ട് ഈ വീഡിയോ വ്ളോഗ് അവസാനിപ്പിക്കുന്നതിന് മുൻപ്. എൻ്റെ മുറിയിൽ കണ്ട ചെറിയ ജിമ്മ് വരെ ആയിട്ടുണ്ട്. അതൊക്കെ കാണിക്കാം നിങ്ങളെ. അപ്പം ശരി.